ഇല്ല മോളെ, ഇല്ല, വേണ്ട. കുഞ്ഞിനെ നീ ഇല്ലാതാക്കണ്ട. ഈ കുഞ്ഞിൻ്റെ പപ്പയും നിന്റെ ഭർത്താവും മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. അവൻ്റെ അമ്മയും അപ്പനും ഒക്കെ ജീവനോടെയുണ്ട്. എൻ്റെ പൊന്നും മോളെ, ഞാൻ നോക്കിക്കോളാം. കരയല്ലേ, കരയല്ലേ മോളെ. അവർ അവളുടെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതും അവൾ കരഞ്ഞുകൊണ്ട് അവരെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. തന്നെ ചാച്ചന് വേണ്ടി കണ്ടെത്തിയതും ഒരു മകളെപ്പോലെ സ്നേഹിച്ചതുമൊക്കെ ഈ മമ്മിയാണ്. ഇന്ന് തൻ്റെ മകൻ തെറ്റ് ചെയ്തു എന്നറിഞ്ഞിട്ടും തന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരുത്താതെ മകളെപ്പോലെ നോക്കുന്ന ഈ മമ്മിയുടെ മരുമകളായത് ഭാഗ്യമാണെന്ന് അവൾക്ക് തോന്നി. തൻ്റെ ചാച്ചനും കൂടി നല്ലതായിരുന്നുവെങ്കിൽ. അവൻ്റെ കാര്യം ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളവനെ കുത്തിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? അവളോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ സിദ്ധുവിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഏയ്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, IPS ഓഫീസറാണ് ആൻറ്റി. ഞാൻ അവനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പൊക്കെ അവൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പിന്നെ ജാമ്യം എടുക്കാൻ നമുക്കൊരു നല്ല വക്കീലിനെ വേണം. സാഹചര്യം കൊണ്ടാണ് നിത അവനെ കുത്തി പരിക്കേൽപ്പിച്ചതെന്ന് നമ്മൾ വാദിക്കണം. നിത പ്രഗ്നൻ്റ് കൂടി ആയതുകൊണ്ട് കോടതി എന്തെങ്കിലും ഒരു കനിവ് കാണിക്കുമെന്നാണ് അവൻ പറയുന്നത്. സിദ്ധു അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവർ തലയാട്ടി. നമുക്ക് ഫാമിലിയിൽ ഒരു വക്കീലുണ്ട്, അത്യാവശ്യം കേസൊക്കെ വിജയിച്ച ആളാണ്. നമുക്ക് അയാളെ ഒന്ന് കണ്ട് കാര്യം പറയാം അച്ചായ. നമ്മുടെ മോന് വേണ്ടിയല്ല, ഇവൾക്ക് വേണ്ടി. അവർ ഭർത്താവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അയാൾ തലയാട്ടി. നിധി അന്ന് ഡിസ്ചാർജ് ചെയ്ത് അവളുടെ പപ്പ വീട്ടിലേക്ക് കൊണ്ടുപോയിരുന്നു. സിദ്ധുവും അമ്മുവും അശ്വിനും കൂടി അവരുടെ വീട്ടിലേക്കും തിരിച്ചുപോയി. കോടതിയിൽ റിനോഷിന്റെ കേസ് അമ്മുവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണെന്നും മനഃപൂർവ്വം ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയതാണെന്നുമൊക്കെ അമ്മു കോടതിയിൽ പറഞ്ഞു. അതിനോടൊപ്പം ഷെറിനാണ് ഇതിനിടയിൽ നിന്നതെന്ന് മനസ്സിലായപ്പോൾ ഷെറിനെയും ചോദ്യം ചെയ്തു. എന്നാൽ ഷെറിനെ അവൻ പേടിച്ച് ഇതിൽ ഉൾപ്പെടുത്തിയതാണെന്ന് ഷെറിനും കരഞ്ഞുകൊണ്ട് കോടതിയിൽ പറഞ്ഞു. മാത്രമല്ല ഫോൺ കോളും റെക്കോർഡിങ്സും ഒക്കെ കോടതിയിൽ കാണിച്ചപ്പോൾ അവർക്കും അത് ബോധ്യപ്പെട്ടു. നീത അവനെ കുത്തിയത് അവനിൽ നിന്നും രക്ഷപ്പെടാനാണെന്നും അമ്മുവിനെ രക്ഷിക്കാനാണെന്നും അവളുടെ വക്കീലും വാദിച്ചു. റിനോഷിനെ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അമ്മുവും ഷെറിനും നീതയും കൂടി അടച്ചു. അവസാനം പീഡിപ്പിക്കൽ ശ്രമം, കൊലപാതകം, ഭീഷണിപ്പെടുത്തൽ എന്നിവയിൽ കേസെടുത്തുകൊണ്ട് റിനോഷിനെ കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. റിനോഷിന് അത്യാവശ്യം പരിക്കായതുകൊണ്ട് തന്നെ പ്രത്യേക പരിചരണവും മറ്റും ആ ജയിലിൽ ആദ്യമൊക്കെ ലഭിച്ചിരുന്നു. പക്ഷേ പിന്നീട് സാധാ ഒരു കുറ്റവാളിയെപ്പോലെ അവനും ആ ജയിലിൽ മാത്രമായി. ഷിറിനെ കോടതി വെറുതെ വിട്ടുവെങ്കിലും അശ്വിനോ അമ്മോ ഒന്നും അവളെ മൈൻഡ് ചെയ്തില്ല. അവൾ മാപ്പ് ചോദിക്കാൻ അവരുടെയൊക്കെ അടുത്ത് വന്നുവെങ്കിലും അശ്വിൻ അവളോട് ദേഷ്യപ്പെട്ട് അവളെ പറഞ്ഞയച്ചു. നിധി അവളുടെ പപ്പ അവളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി. അതിനിടയിൽ എപ്പോഴും എന്തൊക്കെയോ ആലോചിച്ച് അവളൊന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. എന്നാൽ ആ ആത്മഹത്യ ശ്രമത്തിൽ നിന്നും തിരിച്ചു വന്ന അവൾക്ക് കുറച്ച് ധൈര്യമൊക്കെ ഉണ്ടായി. ഇനി താൻ തൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കുമെന്നും ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നും അവളുടെ പപ്പയ്ക്ക് അവൾ വാക്കുകൊടുത്തു. റിനോഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ അവൾ മാനസികമായ ചില വെല്ലുവിളികൾ നേരിടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അവളെ നല്ലൊരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുകയാണ്. റിനോഷിൻ്റെ പ്രവൃത്തി അവൾക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. താൻ ഒരുപാട് സ്നേഹിച്ച ഒരാൾ തന്നെ ചതിക്കുകയാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എല്ലാം കലങ്ങി തെളിഞ്ഞിട്ടുള്ള ദിവസങ്ങൾക്കും മാസങ്ങൾക്കും ശേഷം ഒരു ദിവസം തരുണിൻ്റെയും സോനയുടെയും വിവാഹം തീരുമാനിച്ചിരുന്നു. നാളെ അവരുടെ രണ്ടുപേരുടെയും എൻഗേജ്മെൻ്റ് ആണ്. സിദ്ധുവിനും തരുണിനും മറ്റു ഫ്രണ്ട്സുകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു പാർട്ടി സിദ്ധുവിൻ്റെ വീട്ടിൽ വെച്ച് നടത്താൻ തരുൺ തീരുമാനിച്ചു. വീട്ടിൽ ചേച്ചിയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിനായിട്ട് അശ്വിനും അവിടേക്ക് വന്നു. സിദ്ധുവിൻ്റെ വീട്ടിൽ എല്ലാവരും കൂടി ഹാളിൽ നിന്ന് സംസാരിക്കുകയാണ്. അമ്മുവും അവരുടെ കൂടെയുണ്ട്. പെട്ടെന്നാണ് ഒരു ഓട്ടോ അങ്ങോട്ട് വന്നത്. അവർ 4 പേരും അത് ആരായിരിക്കുമെന്നുള്ള രീതിയിൽ പുറത്തേക്ക് നോക്കി. സിദ്ധുവേട്ടാ, ഏട്ടത്തി, രണ്ടുപേരെയും വിളിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി വന്നു. ഹേയ് ആദി. അമ്മു അവളെ കണ്ടതും എഴുന്നേറ്റ് ഓടിച്ചെന്നു. സുഖാണോ ഏട്ടത്തി? അവൾ സംശയത്തോടെ അമ്മുവിനെ നോക്കി ചോദിച്ചു. സുഖവാ, നീ എവിടെയായിരുന്നു പെണ്ണെ? പിന്നെ ഒരു ദിവസം ഇവിടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞ് പോയതാ. പിന്നെ വിളിക്കുമ്പോഴും മെസ്സേജ് അയക്കുമ്പോഴും ഇന്ന് വരാം, നാളെ വരാം, അടുത്ത ആഴ്ച വരാം. എന്നിട്ട് നിനക്ക് ഇപ്പോഴാണോ സമയം കിട്ടിയത് ഇങ്ങോട്ടേക്ക് വരാൻ? അവളെ കണ്ട അമ്മു അവളോട് ചോദിച്ചു. ഏട്ടത്തി, ഞാനൊന്ന് വന്നപ്പോഴേക്കും ഇങ്ങനെ പരാതിപ്പെട്ട് നിരത്തി വെക്കാതെ. എനിക്ക് എക്സാം ഒക്കെ ആയിരുന്നു. ഞാൻ ഏട്ടത്തിക്ക് മെസ്സേജ് അയച്ചപ്പോൾ എല്ലാം പറഞ്ഞിരുന്നല്ലോ. യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ ഏട്ടത്തി? ഇല്ലെങ്കിൽ ഞാൻ പോയി എഴുതില്ലായിരുന്നു. ഇതിപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയില്ലെങ്കിൽ പിന്നെ സപ്ലി എഴുതേണ്ടി വരും. അവൾ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അമ്മു അവളെ നോക്കി ചിരിച്ചു. എടി, നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ എന്നെ ഈ ഏട്ടത്തിന്ന് വിളിക്കരുതെന്ന്. അമ്മു അവളെ നോക്കി വീണ്ടും പറഞ്ഞു. ഓ സോറി അമ്മു, മറന്നുപോയി. അവളും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് നീ ഇപ്പം എന്തിനാ ഇപ്പം പൊങ്ങിയത്? അവളെ കണ്ട് സിദ്ധു സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ വെറുതെ വന്നതൊന്നുമല്ല, ഈ ഇരിക്കുന്ന മനുഷ്യൻ എന്നെ കല്യാണം വിളിച്ചു. അപ്പോൾ തരുണേട്ടൻ്റെ കല്യാണം കൂടാൻ വന്നതാ ഞാൻ. അവൾ വലിയ ജാടയിട്ട് അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. എടി, അതിന് ഞാൻ നിന്നെ വിളിച്ചില്ലല്ലോ. ജസ്റ്റ് എൻ്റെ കല്യാണമെന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. നീ വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അവൻ അവളെ കളിയാക്കുന്നത് പോലെ പറഞ്ഞതും അവൾ മുഖം വെറുപ്പിച്ചു. എടോ, കല്യാണം വിളിക്കുന്നില്ലെങ്കിൽ വിളിക്കരുത്. കല്യാണം പറഞ്ഞിട്ട് ഇപ്പം മനുഷ്യൻ അവിടുന്ന് വണ്ടിക്കൂലിയും ചിലവാക്കി ഇവിടെ വന്നപ്പോൾ പറയാ കല്യാണം വിളിച്ചില്ല, ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂന്ന്.
നാണോ ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? ഒരിലയിലെ ചോറ് തരുന്നതിനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവൾ തരുണിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവരെല്ലാവരും ചിരിച്ചു. എടി, ഞങ്ങൾ ഇലയിലല്ല ചോറ് കൊടുക്കുന്നത്, പാത്രത്തിലാ. തരുൺ തിരികെ അവളോട് മറുപടി പറഞ്ഞതും അവൾ അയ്യടാന്നായി. എന്തായാലും എനിക്കൊരു പിടി ചോറ് തരുന്നതിനാണോ നിങ്ങളിങ്ങനെ കണക്ക് പറയുന്നേ? അവൾ വീണ്ടും അവനോട് ചോദിച്ചു. അത് കേട്ട് അവരെല്ലാവരും ചിരിച്ചു. ഇതൊന്നും അറിയാതെ ഇതാരാ എന്ന് നോക്കി വായും തുറന്നിരിക്കുകയായിരുന്നു അശ്വിൻ. അവനവളെ കണ്ടതും എവിടെയോ വെച്ച് പരിചയമുള്ളത് പോലെ തോന്നി. ഏട്ടൻ എന്തെന്നെ ആദ്യമായിട്ട് കാണുവാണോ? അവനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് അവൾ പതിയെ അമ്മുവിൻ്റെ ചെവിയിൽ ചോദിച്ചു. ചേട്ടായിക്ക് അറിയില്ലേ ഇവളെ? ആദിത്യ. അന്ന് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ചേട്ടായി കണ്ടില്ലേ ഇവളെ? അന്ന് 2 ദിവസം അവൾ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കോളേജിലെ ക്ലാസ് മുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവൾ ഓടി. എന്നിട്ട് ഇപ്പോഴാ പൊങ്ങുന്നത്. അവൾ അശ്വിൻ ആദിത്യയെ പരിചയപ്പെടുത്തി. ആ, അതാ ഞാൻ കുറേ നേരം കൊണ്ട് ആലോചിക്കുന്നു, ഈ കുട്ടിയെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഇവിടെ വെച്ച് തന്നെയായിരുന്നു അല്ലേ? അശ്വിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് അവളും ഒന്ന് പുഞ്ചിരിച്ചു. എടി, അശ്വിനേട്ടന് ഇപ്പോഴും ആ പെണ്ണുമായിട്ട് അഫെയർ ഉണ്ടോ? അവൾ പതിയെ അമ്മുവിൻ്റെ ചെവിയിൽ ചോദിച്ചു. അതിനമ്മു അതാരാ എന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഓ എടി, മറ്റേ പെണ്ണ്. അന്ന് നീ പറഞ്ഞില്ലേ ഒരു പെണ്ണ് ചേട്ടനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ടെന്ന്, കോളേജിൽ പഠിച്ചത്. അത് ഇപ്പോഴും ഉണ്ടോയെന്നാണ് ഞാൻ ചോദിച്ചത്. അവൾ സംശയത്തോടെ വീണ്ടും ചോദിച്ചു. ഇല്ല, അതൊക്കെ പോയി. അപ്പോൾ നീ കാര്യമൊന്നും അറിഞ്ഞില്ല അല്ലേ? നിന്നോട് ഒരുപാട് പറയാനുണ്ട്, വാ. അമ്മു അവളെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അപ്പോൾ എനിക്കൊരു സ്കോപ്പ് ഉണ്ടല്ലേ? അവൾ അമ്മുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മു സംശയത്തോടെ അവളെ നോക്കി. നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് എന്നെ നാത്തൂനാക്കാൻ നിനക്ക് ഇഷ്ടമാണെന്ന്? സത്യം പറയാലോ അമ്മു, തരുണേട്ടൻ എന്നെ വിവാഹത്തിന് ക്ഷണിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയത് അശ്വിൻ ചേട്ടൻ്റെ മുഖമാണ്. നിന്റെ ആങ്ങളയെ കാണാനുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഇവരുടെ കല്യാണത്തിന് വരാമെന്ന് വിചാരിച്ചത്. അവൾ അമ്മുവിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അമ്മു വായും തുറന്ന് അവളെ നോക്കി. എടി, ഞാനന്ന് നമ്മൾ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ. അത് നീ സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. അമ്മു അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തമാശയ്ക്കെടുത്ത് പതിവില്ല. ഞാൻ അപ്പം തന്നെ അത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നു. പിന്നെ അങ്ങേർക്ക് ആ കോളേജിൽ പഠിച്ച പെണ്ണിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് മൂടി വെച്ചത്. അങ്ങേർക്ക് ഇപ്പോൾ ആ പെണ്ണിന് ഇഷ്ടമൊന്നും അല്ലല്ലോ അല്ലേ? അവൾ സംശയത്തോടെ അമ്മുവിനോട് ചോദിച്ചു. അല്ല. അമ്മു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. അല്ല, നീ എന്താ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അവളെ എന്താ അശ്വിൻ ചേട്ടൻ വേണ്ടെന്ന് വെച്ചത്? ആദിത്യ സംശയത്തോടെ അവളോട് ചോദിച്ചു. അമ്മ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. അപ്പോൾ സിദ്ധി അശ്വിൻ ചേട്ടൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അവർ തമ്മിൽ ഇഷ്ടത്തിലൊന്നും അല്ലായിരുന്നു, പക്ഷെ സിദ്ധിക്ക് ചേട്ടായി ഇഷ്ടമായിരുന്നു. അമ്മ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഷോ, അതെന്തായാലും വല്ലാത്തൊരു കഷ്ടമായിപ്പോയി. ഇനി ഈ കാരണങ്ങളൊക്കെ പറഞ്ഞ് അശ്വിൻ ചേട്ടൻ എന്നെ വേണ്ടെന്ന് വെക്കുമോ? ആദ്യത്തെ സംശയത്തോടെ അവളെ നോക്കി. അതെന്താ നീ അങ്ങനെ ചോദിച്ചേ? അമ്മ അവളെ നോക്കി ചോദിച്ചു. അല്ല, ഏതെങ്കിലും ഒരു പെണ്ണ് ചതിച്ചു എന്ന് കഴിഞ്ഞാൽ ചില ആൺകുട്ടികൾ അങ്ങനെയാണല്ലോ. പിന്നെ പെണ്ണുങ്ങളോട് തന്നെ വെറുപ്പാണ്. അവൾ എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു. കഷ്ടം, എൻ്റെ ഏട്ടന് അങ്ങനെയൊന്നും അല്ല. അമ്മു അവളെ നോക്കി. എടി, ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല. സാരമില്ല, നീ ഇനി അവരുടെ വിവാഹം കഴിഞ്ഞിട്ടല്ലേ തിരിയപ്പോളൂ. അപ്പോഴേക്കും ഞാൻ പതിയെ ചേട്ടായിയോട് നിന്റെ കാര്യം അവതരിപ്പിക്കാം. ചേട്ടായി എന്താ പറയുന്നത് നോക്കട്ടെ. അമ്മ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. പപ്പയും മമ്മിയും ഒരു അന്യമതത്തിൽപ്പെട്ട പെണ്ണിനെ അങ്ങോട്ടേക്ക് കയറ്റുവോ? ആദിത്യ വീണ്ടും സംശയത്തോടെ അവളെ നോക്കി. അത് ചേട്ടായിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യാനാ? അതുകൊണ്ട് ആദ്യം നീ ചേട്ടായിയുടെ മനസ്സിൽ കയറിപ്പറ്റാൻ നോക്ക്. ബാക്കി എന്താന്ന് വെച്ചാൽ ചേട്ടായി നോക്കിക്കോളും. അമ്മ അവളെ നോക്കി പറഞ്ഞതും ആദിത്യ എങ്ങനെ അശ്വിൻ്റെ മനസ്സിൽ കയറിപ്പറ്റാമെന്ന ചിന്തയോടെ നിന്നു. നീ എന്തായി ആലോചിക്കുന്നത്? അവൾ ആലോചിച്ച് നിൽക്കുന്നത് കണ്ടതും അമ്മ സംശയത്തോടെ അവളോട് ചോദിച്ചു. നിന്റെ ചേട്ടായി എങ്ങനെ വലയിലാക്കാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ആദിത്യ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മവും പുഞ്ചിരിച്ചു. അതിന് നീ ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. നീയായിട്ട് തന്നെ ചേട്ടായിട്ട് പെരുമാറിയാൽ മതി. ബാക്കി ഞാൻ അവതരിപ്പിച്ചോളാം. അവൾ പറഞ്ഞതും ആദിത്യ അവളുടെ കവളിൽ പിടിച്ചു വലിച്ചു. നീ എൻ്റെ നാത്തൂൻ തന്നെയാടി. ആദിത്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മവും പുഞ്ചിരിച്ചു. എല്ലാത്തിനും കൂട്ടു നിന്നിട്ട് അവസാനം നാത്തൂൻ പോരെങ്ങാനും എന്നോട് എത്താലാ. അമ്മ അവളെ നോക്കി കപടദേഷ്യത്തോട് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്യുമോ നാത്തൂനെ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മവും പുഞ്ചിരിച്ചു. അയ്യോ, ഞാൻ മുത്തശ്ശിയെ കണ്ടില്ല. ഇനി അതും മതി പാറക്കുട്ടി പിണങ്ങാൻ. ഞാൻ പോയി കണ്ടിട്ട് വരാവേ. അതും പറഞ്ഞ് അവൾ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പോയതും അമ്മു ചിരിച്ചുകൊണ്ട് അവൾ പോകുന്നത് നോക്കി നിന്നു. ഉച്ചയ്ക്ക് അവരെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. അങ്ങനെ തരുണേട്ടൻ കെട്ടാൻ പോവുകയല്ലേ? ആദിത്യ ചിരിയോടെ അവനോട് ചോദിച്ചു. അതിന് നിനക്കെന്താടി ഇത്ര വിഷമം? തരുൺ തിരികെ അവളെ ട്രോളി. അല്ല, അവസാനം തരുണേട്ടനും പെണ്ണ് കിട്ടിയല്ലോ എന്ന് ആലോചിച്ചതാ. ഇനി എൻ്റെ കല്യാണം എന്നാണാവോ? അവൾ ആരോടൊന്നില്ലാതെ പറഞ്ഞു. ആദ്യം പഠിച്ചൊരു ജോലി വാങ്ങിക്കാൻ നോക്ക്, പിന്നെ നമുക്ക് കല്യാണത്തിനെ പറ്റിയൊക്കെ ആലോചിക്കാം. അത് കേട്ടതും സിദ്ധു അവളെ നോക്കി മറുപടി പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ. അവസരം വന്നെത്തിയതുപോലെ അമ്മു അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞതും അവൾ എന്താ പറയുന്നതെന്നുള്ള അർത്ഥത്തിൽ എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി.
എന്തായാലും ആദ്യ വിവാഹം കഴിക്കണമല്ലോ, അതെന്തുകൊണ്ട് ഇവിടുന്ന് ആയിക്കൂടാ? അമ്മ അവളെ നോക്കി പറഞ്ഞതും നീ തന്നെയാടി എൻ്റെ നാത്തൂൻ എന്നുള്ള അർത്ഥത്തിൽ ആദിത്യ തിരിച്ച് അവളെ നോക്കി. എന്നിട്ട് പറഞ്ഞോ എന്ന് കണ്ണു കാണിച്ചു. ഇവിടുന്നാരാ? ഇവിടെ ഇനി കല്യാണം കഴിക്കാൻ ബാക്കിയുള്ളത് അശ്വിൻ മാത്രമാണ്. സിദ്ധു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ചേട്ടായിയുടെ കാര്യം തന്നെയാ പറഞ്ഞത്. ചേട്ടായിക്ക് ഇവളെ കെട്ടിക്കൂടെ? അമ്മ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അശ്വിൻ സംശയത്തോടെ നോക്കി. എപ്പോഴായാലും നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാനുള്ളവരാ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പരസ്പരം വിവാഹം കഴിച്ചാൽ എന്താ? അടുത്തറിയാവുന്നവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതല്ലേ എപ്പോഴും നല്ലത്? അമ്മ ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി. അശ്വിന് മാത്രമായിരുന്നു അതിലൊരു സംശയം ഉണ്ടായിരുന്നത്. പറയുന്നതിലും കാര്യമുണ്ട്. നിങ്ങൾ പരസ്പരം ഇതുവരെ സംസാരിച്ചിട്ടില്ലെങ്കിലും നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതല്ലേ. ആദ്യം എൻ്റെ പെങ്ങളാ, നീ എൻ്റെ അളിയനും. നിങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ സിദ്ധിമോൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവളുടെ സ്ഥാനമാണ് ഞാൻ എൻ്റെ ആദിക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ 100 തവണ സമ്മതമാണ്. സിദ്ധു അവൻ്റെ അഭിപ്രായം എല്ലാവരെയും നോക്കി പറഞ്ഞു. അവിയേട്ടൻ്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും. ഇവളെ നാത്തൂനാക്കാൻ എനിക്കും ഇഷ്ടമാണ്. ഇനി പുതിയൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ട് വരുമ്പോഴേക്കും എന്തായാലും സമയം പിടിക്കും. ഇവളാകുമ്പോൾ എനിക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. അമ്മവും ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താടി ഒന്നും മിണ്ടാതിരിക്കുന്നേ? ആദിത്യ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് തരുൺ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഞാൻ എന്ത് പറയാനാ? അവളൊന്നും അറിയാത്തതുപോലെ തിരികെ അവരോട് ചോദിച്ചു. അമ്മു ആണെങ്കിൽ ഇവൾക്ക് അഭിനയത്തിന് ഓസ്കാർ അവാർഡ് കൊടുക്കണമെന്നുള്ള രീതിയിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. നിന്റെ കാര്യം ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് നീ അതിൽ അഭിപ്രായമൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ചോദിച്ചതാ. തരുൺ അവളെ നോക്കി പറഞ്ഞു. അമ്മു പറഞ്ഞ അശ്വിൻ ചേട്ടൻ്റെ കാര്യമൊക്കെ എനിക്കറിയാം. അശ്വിൻ ചേട്ടനെ പോലെ ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. എനിക്കതുകൊണ്ട് സമ്മതക്കുറവൊന്നുമില്ല. പക്ഷെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കേണ്ടത് സിദ്ധുവേട്ടനാ. അശ്വിൻ ചേട്ടൻ ക്രിസ്ത്യനായതുകൊണ്ട് വീട്ടിലെ അമ്മയച്ഛനെ സമ്മതിക്കുമെന്നുള്ള പേടി മാത്രമേ ഉള്ളൂ എനിക്ക്. അവൾ അവരെ എല്ലാവരെയും നോക്കി പറഞ്ഞു. അതോർത്ത് നീ പേടിക്കണ്ട, അവരെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന കാര്യം ഞാനേറ്റു. സിദ്ധുവും അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു. ചേട്ടായി എന്തൊന്നും മിണ്ടാതിരിക്കുന്നേ? ചേട്ടായിക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഇഷ്ടമല്ലേ? ഞാൻ വെറുതെ പറഞ്ഞേ ഉള്ളൂ. ആരാ എന്താണെന്നറിയാത്ത ഒരാളെ വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നമുക്കറിയാവുന്നൊരു കുട്ടിയെ വിവാഹം കഴിക്കുന്നേ? അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞത്. അശ്വിൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അമ്മ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് മോളെ, ഞാൻ പെട്ടെന്നൊരു തീരുമാനം എനിക്കൊന്ന് ആലോചിക്കണം. അതുമാത്രമല്ല, ഞാൻ ഇതുവരെ ആദിത്യയോടൊന്നും സംസാരിച്ചത് കൂടിയില്ല. അവൻ അവരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു. അതിനെന്താ, ഇത് നമുക്കൊരു പെണ്ണുകാണൽ ചടങ്ങ് കൂടിയാക്കാം. നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് കുറച്ചു നേരം പോയി സംസാരിക്കുക. നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുക. എന്നിട്ട് രണ്ടുപേർക്കും ഓക്കെ ആകുവാണെങ്കിൽ മാത്രം പറയും. ബാക്കിയുള്ളതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. സിദ്ധു അവരെ നോക്കി പറഞ്ഞു. അവരെല്ലാവരും കഴിച്ചു കഴിഞ്ഞതും തരുൺ വീട്ടിലേക്ക് മടങ്ങി. സിദ്ധുവും അമ്മുവും മുറിയിലേക്ക് പോയതും അശ്വിനും ആദിയും മാത്രമായി ഹാളിൽ.